ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്കെതിരെ പിശാച് പല മേഖലയിൽ നിന്നും യുദ്ധങ്ങൾ അയച്ചുവിടാറുണ്ട്, ശത്രുത്വം ഉണ്ടാക്കാറുണ്ട്, പല വ്യക്തികളെ അതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ട്. പല ഇടങ്ങളിൽ നിന്ന്, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നത് പോലെ പലതരത്തില് നമുക്കെതിരെ ഫൈറ്റുകൾ വരാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം നമ്മുടെ പക്ഷം നിൽക്കും. കാരണം നാം ദൈവത്തെ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തെ ആശ്രയിക്കുന്നതിന് ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ദൈവത്തെ ആശ്രയിച്ചാൽ കൈവിടരുത് മാത്രമല്ല, ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, വാഗ്ദാനം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ജയിച്ചിരിക്കും. ഹല്ലേലൂയ. ഇനി ഒരു വാഗ്ദാനവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് എന്നോട് കരുണ തോന്നണം കർത്താവ് എന്ന് പറഞ്ഞ് കർത്താവിന്റെ കാൽക്കൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ആലോചന യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. 1-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് യിരെമ്യാവിന്റെ ബാല്യകാലത്ത്, ശൈശവം തൊട്ടേ ദൈവം അവനെ വിളിച്ച കാര്യവും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് കണ്ട കാര്യവും അവനെ എന്തിനു വേണ്ടി വിളിച്ചു, എന്താണ് അവനെ കുറിച്ചുള്ള പദ്ധതി എന്നുള്ളതെല്ലാം ആ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തിന്റെ അവർ പ്രവാസത്തിലേക്ക് പോകാൻ ദൈവം അവരെ അയക്കാനിരിക്കുക, അവരെ ശിക്ഷിക്കാനിരിക്കുന്ന സമയത്താണ് യിരെമ്യാവിനെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. അവന്റെ ബാല്യത്തിലെ ശുശ്രൂഷകനായി മാറി. പക്ഷെ അവൻ ചെയ്യേണ്ട ശുശ്രൂഷ ഭയങ്കര കഠിനമായിരുന്നു. കാരണം രാജാക്കന്മാരെ അനുഗ്രഹിക്കാനുള്ള ശുശ്രൂഷ ആയിരുന്നില്ല, അവരുടെ യുദ്ധം ജയിപ്പിക്കാനുള്ള ശുശ്രൂഷ ആയിരുന്നില്ല. അവന്റെ പ്രവചനം മുഴുവൻ അവിടെ ന്യായവിധി വരുത്താൻ പോവുകയാണ്. ദൈവം ഈ ഇസ്രായേലിനെ ശിക്ഷിക്കാൻ പോവുകയാണ്. അത് രാജാവിനോട് പറയണം, രാജാവിനെ ദൈവം ശിക്ഷിക്കാൻ പോവുകയാണെന്ന് പറയണം. ഭയങ്കര കഠിനമായ ഒരു ദൂത് പറയേണ്ടി വരും. അപ്പൊ അവര് എല്ലാം നിനക്കെതിരെ തിരിയും എന്ന് ദൈവം പറയാണ്. നീ ഇത് പറയുമ്പോൾ നിനക്ക് തല്ലുകൊള്ളും, നിനക്ക് ഉപദ്രവം ഉണ്ടാകും. 1-ാം അധ്യായം 19-ാമത്തെ വാക്യം, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ല താനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ആമേൻ. യിരെമ്യാവിനോട് ചോദിക്കുകയാണ്, യിരെമ്യാവേ നീ എന്ത് കാണുന്നു? ഞാനൊരു ജാഗ്രത വൃക്ഷത്തിന്റെ ഫലം കൊമ്പ് കാണുന്നു. കർത്താവ് പറയാണ്, എന്റെ വായിൽ നിന്ന് ഞാൻ നിന്നെ ഏൽപ്പിച്ച എന്റെ വചനം അത് നീ പ്രവചനമായിട്ട് പറഞ്ഞു. ആ വൃക്ഷത്തിന് വേണ്ടി, ആ പ്രവചനത്തിന് വേണ്ടി ഞാൻ ജാഗരിച്ചോളും. അത് എങ്ങനെയാ നടക്കുന്നത്, നടന്നാൽ വരുന്ന ദോഷഫലം എന്തെന്ന് നീ ചിന്തിക്കണ്ട. എന്റെ വായിൽ നിന്ന് ഞാൻ തന്ന വചനം നിന്റെ നാവിലൂടെയാണ് പുറത്തു വരാൻ പോകുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ജാഗരിച്ചോളാം. എന്നിട്ടാ പറഞ്ഞത്, നിനക്കെതിരെ യുദ്ധങ്ങൾ ഉണ്ടാകും, പക്ഷെ നിന്നെ രക്ഷിപ്പാൻ, ഞാൻ നിന്നെ വിടുവിപ്പാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ജയിക്കുകയില്ല, ആരൊക്കെ യുദ്ധം ചെയ്താലും നിന്നെ അവർ ജയിക്കത്തില്ല. ഹല്ലേലൂയ. അതെ എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പക്ഷത്ത് നമ്മൾ കയറി നിൽക്കുമ്പോൾ നമ്മൾ ഒത്തിരി വെല്ലുവിളി നേരിടേണ്ടി വരും. ഹല്ലേലൂയ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ നമുക്കെതിരെ എഴുന്നേറ്റ് വരും. നമ്മൾ ചിന്തിക്കും അവരൊക്കെ നമുക്കെതിരെ ശത്രുവായിട്ട് നിൽക്കുവോ? ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അയ്യോ, അവരും നമുക്കെതിരെ പറഞ്ഞു, അല്ലെ ഇവരും നമ്മളെ ശത്രുവായിട്ട് നിൽക്കുകയാണോ? നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനോ തെറ്റിദ്ധരിക്കാനോ ഒക്കെ നിൽക്കുന്നവരുണ്ട്. പക്ഷേ ആരൊക്കെ എങ്ങനെയൊക്കെ മാറിയാലും പേടിക്കണ്ട, രക്ഷിക്കാൻ യഹോവ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഉള്ള അവസ്ഥ അറിയുന്നവൻ, നമ്മളെ തെറ്റിദ്ധരിക്കാതെ നമ്മുടെ ഉള്ള സാഹചര്യങ്ങളെ അറിഞ്ഞ് നീതിയോടെ വിധിക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല. ഈ പ്രവാചകന്റെ 15-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യിരെമ്യാ പ്രവാചകനെ കുറിച്ച് പറയണം. നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പോരെ, ദൈവം നമുക്ക് മതിലായി നിൽക്കുക, താമ്രഭിത്തിയായിട്ട് ദൈവം നിൽക്കുക. എന്നിട്ട് പറയണം, നിന്നെ ഞാൻ താമ്രഭിത്തിയാക്കും, ഉറപ്പുള്ള താമ്രഭിത്തിയാക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവം ചെയ്യാൻ പോകുന്നത്, നമ്മളെ ദൈവം തന്റെ ദൂതുമായി നിർത്തിയിട്ട് ആരൊക്കെ നമുക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു അവരുടെ നടുവിൽ ദൈവം നമ്മളെ ഉറപ്പിച്ചു നിർത്തും. നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഒത്തിരി മേഖലയിൽ യുദ്ധങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. പല സാഹചര്യങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ രോഗങ്ങളോടായിരിക്കും നമ്മൾ മല്ലിടുന്നത്, ചിലപ്പോൾ ഞെരുക്കങ്ങളോടും ദാരിദ്ര്യത്തോടും മല്ലിടുന്നുണ്ടായിരിക്കും, ചില മാനസികമായ പ്രശ്നങ്ങളോടും നിസ്സാരമായെന്ന് നമ്മൾ കരുതുന്ന ചില മാനസികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടല്ലോ, അതിനോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നവരായിരിക്കും. ചിലര് അകാരണമായി മറ്റുള്ളവർ ദുർവർത്തമാനം പറഞ്ഞിട്ട് പലരോടും ഫൈറ്റ് ചെയ്യുന്നവരുണ്ട്. എന്തു ആകട്ടെ, ഫൈറ്റ് പല രീതിയിലാണ് വരുന്നത്. പക്ഷേ
കർത്താവ് പറയാണ്, അതെല്ലാം നിനക്കെതിരെ വരും, നിന്നെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ദൂത് കുറിച്ചിട്ടോ നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. അവർ ചെയ്തോട്ടെ, അവർ എഴുതോട്ടെ, അവർ പ്രവർത്തിച്ചോട്ടെ, ന്യായാധിപ സംഘത്തിൽ നിങ്ങൾക്കെതിരെ പലതും പറഞ്ഞോട്ടെ, പക്ഷെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമ്മയപ്പന്മാര് നിങ്ങളെ ന്യായാധിപന്മാരുടെയും നാടുവാരുടെയും മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചിലർ നിങ്ങളെ കൊല്ലിക്കുകയും ചെയ്യും. കർത്താവ് അവനെ കൊന്നോളാൻ പറയും എന്ന് പറയും മാതാപിതാക്കൾ. കാരണം കർത്താവിന്റെ പിന്നാലെ പോയതിന്റെ പേരില്ല. എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ തലയിൽ ഒരു മുടി പോലും വീഴുകയില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അവൻ അനുവദിക്കാതെ ഒരു തിന്മയും ഭവിക്കുകയില്ല. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 1:10 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വലിയൊരു വിടുതൽ അനുഭവിച്ചതിനെ കുറിച്ച് പറയാണ്. ഇത്ര ഭയങ്കര മരണത്തിന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവരിൽ ആശ വച്ചിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ദൈവം ഞങ്ങൾ എത്രയും വിടുവിച്ചു, മേലാലും വിടുവിക്കും. അതെ, ഏത് മരണം, ചിലപ്പോൾ മരണത്തോടായിരിക്കും നമ്മൾ മല്ലിടുന്നത്. മരണശക്തികൾ, പൈശാചിക ശക്തികൾ, ശാപശക്തികൾ, ഇതിനോടൊക്കെ നമ്മൾ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദൈവം നമ്മളെ കടത്തിവിടും, പക്ഷേ ദൈവം വിടുവിക്കും, മേലാലും വിടുവിക്കും. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവൻ നമ്മുടെ വലതുഭാഗത്ത് നമ്മുടെ തണലാണ്. ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവം വിടുവിക്കും, അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളത്. ദൈവവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസൻ ആത്മാവിൽ നിർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവ നിങ്ങൾക്കൂടി യുദ്ധം ചെയ്യും. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ വിടുവിച്ചിരിക്കും. ആമേൻ. നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏതൊക്കെ മേഖലയിൽ നിന്ന് നമുക്കെതിരെ യുദ്ധമുണ്ടായാലും ഒരു ശത്രുവും നിങ്ങൾക്കെതിരെ ജയിക്കാൻ ദൈവം സമ്മതിക്കില്ല. പ്രിയ കർത്താവേ, ഞങ്ങൾ ആ വചനം വിശ്വസിക്കുന്നു. ഞങ്ങളെ രക്ഷിപ്പാൻ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളെ കൈവിട്ടേച്ച് പോകുകയില്ല. ഞങ്ങളുടെ മുൻപിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ഞങ്ങളെ വിടുവിക്കുവാൻ, ഞങ്ങൾ നേരിടുന്ന എല്ലാ ഫൈറ്റിൽ നിന്നും, എല്ലാ യുദ്ധങ്ങളെയും, ഞങ്ങളുടെ യുദ്ധങ്ങളെ ജയിപ്പിക്കുവാൻ ഞങ്ങളോട് കൂടെ ശക്തനായവൻ ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. ഈ മക്കൾക്ക് വലിയൊരു ജയം കൽപ്പിക്കണം, വിടുതൽ കൽപ്പിക്കണം. എവിടെയും പരാജയപ്പെടരുത് കർത്താവേ. തകർക്കുന്ന പൈശാചിക ശക്തികൾ നൽകുകയും ജയിക്കുവാനുള്ള കൃപ നൽകണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ജയത്തിന്റെ ദിവസമാക്കി ദൈവം ഈ ദിവസങ്ങൾ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരാജയങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ദൈവിക ജയമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു വലിയ ജയം നൽകി തരുവാൻ കർത്താവ് കൂടെ നിൽക്കുന്നുണ്ട്. മനുഷ്യനൊന്നും ആശ്രയിക്കേണ്ട, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമുക്ക് വേണ്ടി ജയം നൽകും. സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വിക്ടോറിയസ് ഡേ.